ഹലോ, ഓൺഗോയിങ് ഡ്രാമയായ ഡ്രീം ടു യു എന്ന ഡ്രാമയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രീം ടു യു എന്ന ഡ്രാമയുടെ ആദ്യ എപ്പിസോഡ് 2011 ഒരു ഫ്ലാഷ് ബാക്കോടെയാണ് തുടങ്ങുന്നത്. അവിടെ നമ്മൾ പരിചയപ്പെടുന്നത് വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന യുവതി യി ജെയെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ കഥയിലെ നായിക തന്നെ. അന്ന് അവൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ഒരു സിനിമ ഡയറക്ടർ ആകണമെന്ന ലക്ഷ്യത്തിൽ അവൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ക്യാമറ കയ്യിൽ കരുതി ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അവൾ. അതോടൊപ്പം വു സൂബിൻ എന്ന യുവാവുമായി അവൾ മനോഹരമായ ഒരു പ്രണയബന്ധത്തിലുമായിരുന്നു. കഥ പിന്നീട് 2025 മാറുന്നു. വു സൂബിൻ തന്റെ പുതിയ സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടുകയാണ്. അവാർഡ് സ്വീകരിക്കുന്ന വേളയിൽ തന്റെ ആദ്യ പ്രണയത്തിനാണ് ഈ നേട്ടം സമർപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതോടെ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി വളയുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഉടൻ തന്നെ കൊറിയയിലേക്ക് മടങ്ങി വരികയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതേസമയം കൊറിയയിൽ യി ജെ ഇപ്പോൾ ഒരു റിപ്പോർട്ടറാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവളുടെ സന്തോഷഭാവവും ചിരിയും അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു കഠിനമായ ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലെത്തിയ യി ജെക്ക് അമ്മയുടെ ഫോൺ വരുന്നു. വീട്ടുടമ വാടക കൂട്ടുകയാണെന്ന് അമ്മ പറയുന്നു. പിന്നീട് അലക്കുന്നതിനിടെ യി ജെ സോബിൻ നേടിയ വിജയത്തെക്കുറിച്ചുള്ള വാർത്ത കാണുകയാണ്. അത് കണ്ട അവൾ മദ്യപിച്ച് പിന്നീട് ഇന്റർനെറ്റിൽ സൂബിനെ കുറിച്ച് തിരയാൻ തുടങ്ങുന്നു. അങ്ങനെ സോബിൻ കൊറിയയിലെത്തുന്നു. ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ടാക്സി ഡ്രൈവറോട് താൻ യി ജെയുടെ വലിയ ആരാധകനാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. അതിന് പിന്നാലെ അദ്ദേഹം നേരെ യി ജെ ജോലി ചെയ്യുന്ന ഓഫീസിലെത്തുന്നു. അവിടെ യി ജെ തന്റെ പരിപാടിയുടെ ഡയറക്ടറുമായി ശക്തമായി തർക്കിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. സൂബിനെ കണ്ട യി ജെ ഞെട്ടിപ്പോയി മേശയ്ക്കടിയിൽ ഒളിക്കുന്നു. തുടർന്ന് കഥ വീണ്ടും 2021 മടങ്ങുന്നു. സിയോളിൽ നിന്ന് പുതിയ വിദ്യാർത്ഥിയായി എത്തിയ സൂബിൻ എപ്പോഴും ക്യാമറയുമായി നടക്കുന്ന യി ജെയെ ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. യി ജെ ഒരു ഡയറക്ടർ ആകാനുള്ള തന്റെ സ്വപ്നത്തിനായി എത്ര ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ സൂബിന് വലിയ പ്രചോദനമായി. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച സൂബിന് സ്വന്തം സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഡോക്ടർമാരായിരുന്നു. കുടുംബ ആശുപത്രി ഏറ്റെടുത്ത് ഡോക്ടറാകണമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ സ്കൂൾ പരേഡിനിടെ യി ജെ ബോധം പോയതായി അഭിനയിച്ചതും ആശുപത്രിയുടെ മുകളിലെ ടെറസിലേക്ക് ഒളിച്ചു കയറി സൂര്യാസ്തമയം ചിത്രീകരിച്ചതും പോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചു. എന്നാൽ യഥാർത്ഥ വഴിത്തിരിവ് സംഭവിച്ചത് ഒരു മദ്യപാനി യി ജെയുടെ ക്യാമറ തകർക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു. ക്യാമറ രക്ഷിക്കാൻ ശ്രമിച്ച സൂബിന് ആളുടെ അടിയേൽക്കുന്നു. അപ്പോഴാണ് യി ജെയെ ഇഷ്ടപ്പെടാൻ പോകുകയാണെന്നും സ്വന്തമായി ഒരു സ്വപ്നം കണ്ടെത്തുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നത്. അതിനുശേഷം ഇരുവരും പ്രണയത്തിലാകുന്നു. ഒരുമിച്ച് നിരവധി വീഡിയോകൾ ചിത്രീകരിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. പക്ഷേ ആ ബന്ധം ഒടുവിൽ നിലനിന്നില്ല. പ്രസന്റിൽ യി ജെയും സൂബിനും ഓഫീസിലെ പടിക്കെട്ടിലേക്ക് പോയി സംസാരിക്കുകയാണ്. ആദ്യം തന്നെ യി ജെ മറ്റാരെയെങ്കിലെയും വിവാഹം കഴിച്ചോ എന്ന് സൂബിൻ ചോദിക്കുന്നു. അതിനവൾ താൻ വിവാഹിതയാണെന്ന് കള്ളം പറയുകയാണ്. ദേഷ്യത്തിലായിരിക്കുമ്പോഴും തമാശ പറയുന്ന പഴയ യി ജെ തന്നെയാണെന്ന് സൂബിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹം അവളെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചെങ്കിലും യി ജെ അത് നിരസിക്കുകയാണ്. തന്റെ ആരാധകർ കാരണം തന്റെ സ്വകാര്യ ജീവിതം പുറത്താകരുതെന്ന് പറഞ്ഞ് അദ്ദേഹം ഉടൻ പോകണമെന്ന് അവൾ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എല്ലാ അഭിമുഖങ്ങളിലും അവരുടെ പഴയ പ്രണയം വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്നും അവൾ ചോദിക്കുകയാണ്. അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ അവന് ഇപ്പോഴും അവളെ ഇഷ്ടമാണ് എന്നല്ലേ അർത്ഥം? പിന്നീട് യി ജെ തന്റെ ബാല്യകാല സുഹൃത്തും റൂംമേറ്റുമായ യു ഗ്യോണിനോട് സൂബിൻ തിരികെ വന്നതോടെ മനസ്സ് വീണ്ടും വേദനിക്കുന്നുവെന്ന് തുറന്നു പറയുന്നു. എന്നിരുന്നാലും പഴയതെല്ലാം മറന്ന് മുന്നോട്ടു പോകാനാണ് അവളുടെ തീരുമാനം. യു ഗ്യോൺ അത് കേട്ട് വിഷമിക്കുന്നു. യി ജെയുടെ സ്വപ്നം നശിപ്പിച്ചതിന് സൂബിന്റെ അമ്മയെയാണ് അവൻ കുറ്റം പറയുന്നത്. അവരുടെ സംഭാഷണം പിന്നീട് യു ഗ്യോണിന്റെ അഭിനയ ജീവിതത്തിലേക്ക് മാറുന്നു. അദ്ദേഹത്തിന് ഒരു ഏജൻസിയുമില്ല. അതിനാൽ ഡെലിവറി ജോലിയും ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറുവശത്ത് സൂബിൻ തന്റെ ടീം അംഗങ്ങളായ സാറാങ്, ഇൻവുക് എന്നിവരുമായി വീഡിയോ കോൾ ചെയ്യുന്നു. എന്തിനാണ് അദ്ദേഹം പെട്ടെന്ന് കൊറിയയിലേക്ക് മടങ്ങിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അവർ പിന്തുണയ്ക്കുകയാണ്. കോൾ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടെ നടി ഓഹാന സൂബിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നു. മുമ്പ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഓഡീഷൻ നൽകിയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ സൂബിൻ കൊറിയയിൽ എത്തിയതിൽ സന്തോഷമില്ലാത്ത വളരെ കുറച്ച് ആളുകളിൽ ഒരാളാണ് ഓഹാന. പിന്നീട് ഒരു കഫേയിൽ വെച്ച് യു ഗ്യോണും സൂബിനും കണ്ടുമുട്ടുന്നു. യി ജെയുടെ പക്ഷത്താണ് താനെന്ന് യു ഗ്യോൺ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് യി ജെയുടെ ഫോൺ നമ്പർ നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല.
അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് സൂബിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് യു ഗ്യോൺ പറയുന്നു. കഫേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യു ഗ്യോണിന് ഈജയുടെ ഫോൺ വരികയാണ്. ആ സംഭാഷണത്തിലൂടെ ഈജെ പഴയ വീഡിയോ ടേപ്പുകൾ ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാറ്റ്ഫോമിൽ വിൽക്കാനിരിക്കുകയാണെന്ന് സൂബിൻ മനസ്സിലാക്കുന്നു. ഡെലിവറി ജോലിക്കിടെ യു ഗ്യോൺ യാദൃശ്ചികമായി ഹാനയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുന്നു. ഒരു മോഡലിന് അപകടം സംഭവിച്ചതിനാൽ അടിയന്തരമായി മറ്റൊരാളെ ആവശ്യമുണ്ട്. ഹാന യു ഗ്യോണിനെ കണ്ടപ്പോൾ ചെറിയൊരു വേഷം ചെയ്യാൻ അവസരം നൽകുകയാണ്. യു ഗ്യോൺ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. അതേസമയം ഹാനയ്ക്ക് പതിയെ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. അടുത്ത ദിവസം ഈജെ വീഡിയോ ടേപ്പുകൾ വാങ്ങാനെത്തുന്ന ആളെ കാണാൻ പോകുന്നു. എന്നാൽ ആ ആൾ വേറെ ആരുമായിരുന്നില്ല, സൂബിൻ തന്നെയായിരുന്നു. ആദ്യം ടേപ്പുകൾ വിൽക്കാൻ ഈജെ തയ്യാറാകുന്നില്ല. അതോടെ സാധാരണ വിലയുടെ 10 മടങ്ങ് നൽകാമെന്ന് സൂബിൻ പറയുന്നു. കുറച്ചുനേരം ഇരുവരും വാക്കുതർക്കം നടത്തിയ ശേഷം അവൾ ടേപ്പുകൾ വിൽക്കാൻ സമ്മതിക്കുന്നു. ശേഷം അവർ ഒരുമിച്ചെഴുതിയ പഴയ സ്ക്രിപ്റ്റ് സൂബിൻ അവൾക്ക് കാണിക്കുകയാണ്. അത് വീണ്ടും ഒരുമിച്ച് പൂർത്തിയാക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ദേഷ്യത്തിൽ ഈജെ സ്ക്രിപ്റ്റിന് മുകളിൽ കാപ്പിയൊഴിച്ച് അവിടെ നിന്നും നടന്നു പോവുകയാണ്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. സൂബിൻ കുടയുമായി അവളുടെ പിന്നാലെ ഓടിയെത്തുന്നുണ്ട്. ആ മഴ ഈജയ്ക്ക് മറക്കാനാകാത്ത പല ഓർമ്മകളും തിരികെ കൊണ്ടുവരുന്നു. ബ്രേക്കപ്പ് കഴിഞ്ഞ് സൂബിനെ ഒരിക്കൽ കാണാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ അവൾ 15 ദിവസം കാത്തുനിന്നിരുന്നു. പക്ഷേ സൂബിൻ അപ്പോഴേക്കും അവളെ വിട്ടു പോയിരുന്നു. അതിനാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇപ്പോൾ പെരുമാറുന്ന സൂബിനോട് അവൾക്ക് കടുത്ത ദേഷ്യമാണ്. അവൻ ഒരിക്കലും കൊറിയയിലേക്ക് തിരികെ വരരുതായിരുന്നു എന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പശ്ചാത്താപമാണ് അവനെന്നും ഈജെ പറയുന്നു. ഒടുവിൽ അവൾ സൂബിന്റെ കയ്യിൽ നിന്ന് കുട പിടിച്ചെടുത്ത് താൻ ആ 15 ദിവസം മഴയിൽ നനഞ്ഞ് അനുഭവിച്ച വേദന പോലെ അവനെയും മഴയിൽ ഒറ്റയ്ക്കാക്കി അവിടെ നിന്നും നടന്നു പോവുകയാണ്. അങ്ങനെ ഡ്രീം ടു യു എന്ന മനോഹരമായ റൊമാൻറ്റിക് ഡ്രാമയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.